ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കൂന്തൽ അല്ല അഥവാ കണവ, അത് നമ്മുടെ കുരുമുളക് വെച്ച് വരട്ടിയത് അങ്ങനെ ഒരു വിഭവം നമുക്കിന്ന് ഉണ്ടാക്കാം. ഞാൻ കൂന്തൽ ഫ്രൈ, കണവ ഫ്രൈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതല്ല, ഇത് നമുക്ക് പെപ്പർ കൊണ്ട് നല്ല നാടൻ കണവ വരട്ടിയത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഞാൻ കൂന്തൽ എടുത്തിട്ടുണ്ട്. ഒരു 3/4 കിലോളം ഉണ്ട് കൂന്തൽ. പിന്നെ ഞാൻ എടുത്തത് സവാളയാണ്, 2 സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില. പിന്നെ ഞാൻ എടുത്തത് പെപ്പറാണ് നമുക്ക് കൂടുതൽ വേണ്ടത്. അത് 1.5 സ്പൂൺ പെപ്പർ എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 1 സ്പൂൺ, കളർ മാറ്റാൻ വേണ്ടി മാത്രം ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. പിന്നെ ഇതിൻ്റെ ഇടയിൽ മഞ്ഞൾപ്പൊടി എടുക്കണം. ഇനി ഗരം മസാല നമ്മൾ ചേർക്കുവേ. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളി, 2 തക്കാളി. ഇനി ഞാൻ പാൻ അടുപ്പയിൽ വെച്ചു, വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാനൊക്കെ ചൂടായി. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടായി, എന്നിട്ട് കുറച്ച് കടുകിടുക. എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള വിഭവമാണ് ഈ കണവ വരട്ടിയത്, കുരുമുളക് ഇട്ട് വരട്ടിയത്. നല്ല ടേസ്റ്റാണ്. പല രീതിയിൽ കണവ വെച്ച് നോക്കിയിട്ടുണ്ട്. തോരനെല്ലാം നല്ലതാണ്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ രീതിയിൽ വയ്ക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്താണെന്ന് അറിയോ, നമ്മളെ കറിവേപ്പില കടുക് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ കടുകെല്ലാം പൊട്ടി നമുക്ക് നമ്മുടെ കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് പേസ്റ്റ് ആക്കണേ. പേസ്റ്റ് ആക്കിയിട്ട് ഇത് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണെന്ന് പറയുക, സവാള ഇടും. നല്ലൊരു മണം വരും. ഇത് ഈ കൂന്തൽ അഥവാ കണവ ഇങ്ങനെ കുരുമുളക് ഇട്ട് വരട്ടി ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നമ്മുടെ ശരീരത്തിന് നല്ല. നമ്മൾ മറ്റേ മസാല ചുമന്ന മുളക് പൊടി ചേർക്കുന്നതിനേക്കാളും നല്ലത്, നല്ല ടേസ്റ്റുമാണ്. അപ്പം ഇതെല്ലാം ഇതിനകത്ത് വേണമെങ്കിൽ പച്ചമുളകൊക്കെ ചേർക്കാം കേട്ടോ, ഞങ്ങൾ ചേർത്തില്ല. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വാടി കഴിയുമ്പോൾ നമ്മുടെ എന്തെടുക്കാൻ അറിയോ, നമ്മുടെ സവാള അരിഞ്ഞത്, 2 സവാള നീളത്തിൽ അരിഞ്ഞത് അതിനകത്ത് ചേർക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിനകത്ത് ആവശ്യമായ നമുക്ക് ഉപ്പ് കൂടെ ചേർക്കാം, പെട്ടെന്ന് വേണ്ടി വരും. ഇവിടെ ഉപ്പ് നീരാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വാടട്ടെ. അപ്പോൾ നമ്മുടെ സവാളയെല്ലാം ഒരുവിധം വാടി. ഇനി നമുക്ക് എന്താ ചെയ്യണം അറിയാമോ, നമ്മൾ എടുത്ത് വെച്ച മസാലകളില്ലേ, അതെല്ലാം ഇതിനകത്തോട്ട് വാടി. അപ്പോൾ നമുക്ക് തിരി ഒന്ന് കുറയ്ക്കാം. എന്നിട്ട് ഞാൻ ഗരം മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗരം മസാല ഇട്ടത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ പിന്നെന്താ പറഞ്ഞത്, മുളക് പൊടി കുറച്ച് ഇട്ടിട്ടുള്ളൂ, കാശ്മീരിയാണേ. പിന്നെ കൂടുതലിട്ടത് പെപ്പറാണ് ഇതിനകത്ത് മെയിനാണ്. ഇത് തട്ടുക, നല്ലതുപോലെ മൂപ്പിക്കുക. പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. പച്ചമണം മാറിക്കഴിയുമ്പം നമുക്ക് നമ്മൾ 2 ടൊമാറ്റോ അരിഞ്ഞ് വെച്ചിട്ടില്ലേ, അതെടുത്ത്. അപ്പോൾ ഇത് നല്ലതുപോലെ മുക്കട്ടെ. നല്ലൊരു മണം വരുന്നുണ്ട്. ഗരം മസാലയും മല്ലിപ്പൊടിയുടെയൊക്കെ മണം, പെപ്പറിൻ്റെ നല്ലൊരു മണം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിയുമോ, നമ്മുടെ ടൊമാറ്റോ, ഇതൊരു പ്രധാന ഘട്ടം കേട്ടോ, നമ്മുടെ ഈ പച്ചമണം മാറുന്നവരെ വരട്ടുന്ന. ഇത് നല്ലതുപോലെ മസാല മൂത്തില്ലെങ്കിൽ കറി കൊള്ളത്തേയില്ല. അപ്പോൾ ഇത് നല്ലതുപോലെ ഉണ്ടോ, കളറൊന്ന് മാങ്ങിയത് കണ്ടോ. ഇനി നമുക്ക് തക്കാളി അരിഞ്ഞത്. ഈ തക്കാളി നല്ലതുപോലെ ഇതിനകത്ത് കിടന്ന് തേവണം. തീ കുറച്ചിടുക, ഇടയ്ക്കിടയ്ക്ക് ഇളക്കുക. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ മസാലയെല്ലാം ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കേട്ടോ, ഈ തക്കാളി നല്ലതുപോലെ വേവാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ഒഴിച്ച് ഞാൻ 1/4 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഒഴിക്കാം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നല്ലപോലെ നമ്മുടെ തക്കാളി നല്ല വെന്ത് കണ്ടോ, ഉടഞ്ഞ് മസാലയൊക്കെ നല്ല സൂപ്പറായി. ഈ മസാല ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം, എല്ലാം നോക്കി കറക്റ്റ് ഉപ്പെല്ലാം ഉണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യണം അറിയാവോ, നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കൂന്തൽ ഇതിനകത്തിടുക. നിന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഇതിനകത്ത് ഓൾറെഡി വെള്ളമുണ്ട്, ഇതിരുന്ന് ഇങ്ങനെ വേവും.
വേണമെങ്കിൽ മാത്രം തിളപ്പിച്ച വെള്ളം ഒഴിക്കുക. അപ്പോൾ ഞാൻ മസാലയെല്ലാം നല്ലതുപോലെ ഇളക്കി വറ്റിച്ച് ഇനി നമുക്കൊന്ന് മൂടി പൊത്തി വെക്കാം. ഇപ്പോൾ തിരിയും കൂട്ടി വെച്ചേക്കാം. ഇനി നമുക്ക് ഈ മസാല എല്ലാം ഇതിനകത്ത് പിടിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ തിരി കുറച്ച് അടച്ചു വെക്കാം കേട്ടോ. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, കണ്ടോ കണവയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം കണ്ടോ. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കോണം കേട്ടോ. വേറെ വെള്ളം ഒന്നും ഒഴിക്കണ്ട. ഇതിനകത്ത് കാണുന്ന വെള്ളമുണ്ട്. ഒരു 15 മിനിറ്റോളം നമുക്ക് വേവിക്കാം. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഞാൻ ഇച്ചിരി വരട്ടിയെടുക്കുന്നത് കേട്ടോ. നല്ല നാടൻ കുരുമുളകിട്ട് വരട്ടിയെടുത്ത് നമ്മുടെ കണവ. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ കണവ വരട്ടിയത്, നമ്മുടെ കുരുമുളകിട്ട് വരട്ടിയ കണവ കണ്ടേ ലാസ്റ്റ് ഘട്ടമായി കണ്ടോ. വെള്ളമെല്ലാം പറ്റി നല്ല സൂപ്പറായിട്ട്. ഇനി നമുക്ക് 2 കണ്ടൻസ് കൂടി ഇങ്ങോട്ട് ആഡ് ചെയ്യാം. ഒന്ന് നമ്മുടെ കറിവേപ്പില, എത്ര കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട് പറയും. പിന്നെ നമുക്ക് ഒരു 1/2 സ്പൂൺ കൂടെ, അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ കൂടെ നമ്മുടെ കുരുമുളക് പൊടി. നമ്മുടെ വീട്ടിലെ തന്നെ കുരുമുളക് പൊടിയാണ്, നല്ല ടേസ്റ്റ്. നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ മണവും രുചിയും ഒക്കെ വരും. അപ്പോൾ എന്തും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് രീതിയിലൊന്ന് വെച്ച് നോക്കണം നിങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ നാടൻ കുരുമുളകിട്ട കണവ ഉലർത്തിയത്. നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ പാത്രത്തിലേക്ക് സെർവ് ചെയ്തു. ഇതാണ് നമ്മുടെ പെപ്പർ കണവ ഉലർത്ത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. ഒരു തവണയെങ്കിലും. പല രീതിയിൽ നമുക്ക് കണവ വെക്കാമല്ലോ. തോരൻ വയ്ക്കാം, കറി വയ്ക്കാം, പെപ്പർ ഫ്രൈ വെക്കാം, അല്ലാത്ത നമ്മൾ മസാല ഇട്ട് ഫ്രൈ വെക്കാം. അപ്പോൾ ഇതൊന്നും നിങ്ങളത് ചെയ്ത് നോക്കണം. ഇതുപോലെ നല്ല ടേസ്റ്റാണ്. കണവ കഴിക്കാത്തവരും കഴിച്ചു പോകും. അതുപോലെ ചൂട് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി ചോറുണ്ണാൻ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വാച്ച് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.